ലെഫ്റ്റ് സൈഡ് കേൾക്കുമ്പോൾ റൈറ്റിൻ്റെ അത്രയും ഒരു കേൾവി ഇല്ലാത്ത പോലെ മാസം കഴിയുമ്പോഴും എനിക്ക് ഈ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആ ഒരു ബാലൻസ്, ഇയറിൻ്റെ ആ ഒരു ഹിയറിങ്ങിൻ്റെ ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞു ഇയർ ഹെഡ്ഫോൺസിലേക്കാണ് മാറിയത്. ഡോക്ടറും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. പുള്ളി ഒരു യൂട്യൂബറാണ്, ശരത് നിയോൺ ടെക് എന്നാണ് ചാനലിൻ്റെ പേര്. ഗാഡ്ജറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് റീസെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ്സ് വൈ ഐ ആം മേക്കിംഗ് ദിസ് വീഡിയോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് താരനൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ തലയോട്ടി ഒരുപാട് ഡ്രൈ ആകുമ്പോഴാണ് ഈ താരൻ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇയർ കനാലിൻ്റെ അവിടുത്തെ സ്കിന്നും ചില ആളുകൾ ഒരുപാട് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി അത് ഫ്ലേക്സ് രൂപത്തിൽ ചെറിയ പൊടിയായി വാക്സുമായിട്ട് കൂടിച്ചേർന്ന് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രാവശ്യം സ്പെഷ്യലി ഇൻ ദ കനാൽ ടൈപ്പ് ഇയർഫോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കയറ്റി വയ്ക്കുമല്ലേ. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ഈ പൊടിയെല്ലാം കൂടി, ഈ ഫ്ലേക്സ് എല്ലാം കൂടി വീണ്ടും ഇത് അകത്തോട്ട് വീണ്ടും പുഷായി പോകും. ഇതിങ്ങനെ കുറേ നാൾ നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞായിട്ടുള്ള ഫ്ലാക്സ് എല്ലാം കൂടി ചേർന്ന് ഒരു ബോൾ പരവത്തിലായി അത് അവിടെ ഇരുന്ന് അക്യുമുലേറ്റ് ആയി നമ്മൾ വീണ്ടും അകത്തോട്ട് പുഷ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ അതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഒരു ടിംപാനി മെമ്മറി, നമ്മുടെ ചെവിയുടെ പാടയ്ക്ക് വരെ ഒരു പെർഫറേഷൻസ് അല്ലെങ്കിൽ ഒരു ഹോളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ ദ കനാൽ ടൈപ്പ് ഇയർഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ കോഷ്യസ് ആയിട്ടിരിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എപ്പോഴും ശബ്ദങ്ങളെ നമ്മുടെ ചെവിയിൽ നിന്ന് മാക്സിമം അകറ്റി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സോ ആ ഒരു ഇൻ ദ കനാൽ ടൈപ്പ് ഇയർഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഓവർ ദി ഇയർ ഹെഡ്ഫോൺസ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ യെസ്,